നമസ്കാരം. ഒരു നിമിഷത്തേക്ക് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഒന്ന് നിർത്തിവെച്ച് എന്റെ വാക്കുകൾ ശ്രദ്ധിക്കാമോ? കാരണം നിങ്ങളിപ്പോൾ കേൾക്കുന്നത് വെറും സാധാരണ വാക്കുകളല്ല. ഇത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് എണ്ണമറ്റ നക്ഷത്രങ്ങളെയും താരാപഥങ്ങളെയും കടന്ന് ഈ നിമിഷം നിങ്ങളെ തന്നെ ലക്ഷ്യം വെച്ചു വന്നിട്ടുള്ള ഒരു സന്ദേശമാണ്. അല്ല, ഇതൊരിക്കലും യാദൃച്ഛികമല്ല. നിങ്ങൾ വെറുതെ സമയം കളയാൻ വേണ്ടി തുറന്ന ഒരു പേജുമല്ല. ഈ വാക്കുകൾക്ക് നിങ്ങളിലേക്കെത്താൻ കൃത്യമായൊരു കാരണവുമുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയം ഇപ്പോഴാണ്. കാരണമെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മാറ്റത്തിനു വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹം തുടങ്ങിയിരിക്കുന്നു. ആ ആഗ്രഹമാണ് ഒരു കാന്തം പോലെ ഈ സന്ദേശത്തെ നിങ്ങളിലേക്ക് വലിച്ചെടുപ്പിച്ചത്. അതെ, ഇത് വിധിയുടെ ഒരു ഇടപെടലാണ്. പ്രപഞ്ചത്തിന് നിങ്ങളോട് നേരിട്ട് സംസാരിക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരധ്യായം തീരാറായി, പുതിയൊരെണ്ണം തുടങ്ങാറായി. ഇനിയും കാത്തുനിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ ആത്മാവ് ഒരുപാട് ഭാരം ചുമന്ന് തളർന്നിരിക്കുകയാണെന്നും നിങ്ങളുടെ ഹൃദയം ഒരുപാട് മുറിവുകളാൽ വേദനിക്കുന്നുണ്ടെന്നും പ്രപഞ്ചത്തിനറിയാം. ആ തളർന്ന ആത്മാവിനെ തൊട്ടുണർത്താനും ആ മുറിവുകളെ ഉണക്കാനും ഉള്ളിലെ വെളിച്ചം വീണ്ടും ജ്വലിപ്പിക്കാനുമുള്ള സമയമാണത്. സത്യത്തിൽ ലോകത്തിനു മുന്നിൽ നിങ്ങൾ ധൈര്യത്തിന്റെയും സന്തോഷത്തിന്റെയുമൊക്കെ ഒരു മുഖംമൂടി അണിഞ്ഞിട്ടുണ്ടാവാം. എല്ലാവരോടും പുഞ്ചിരിച്ച് സംസാരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റാഞ്ഞടിക്കുന്നത് മറ്റാരും അറിയുന്നുണ്ടാവില്ല, അല്ലേ? നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തിയ ആ യുദ്ധങ്ങൾ, ആരും കാണാതെ നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീർ, ആരോടും പറയാൻ കഴിയാതെ ഉള്ളിലൊതുക്കിയ ആ വേദനകൾ, നിങ്ങൾ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകും അതെല്ലാം ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല എന്ന്. എന്നാൽ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. പ്രപഞ്ചം ഒരു നിഴലുപോലെ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. നിങ്ങളുടെ ഓരോ നിശ്വാസവും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ പുഞ്ചിരി, അത് പലപ്പോഴും ഉള്ളിലെ തകർന്ന മനസ്സിനെ മറയ്ക്കാനുള്ള ഒരു കവചം മാത്രമായിരുന്നില്ലേ? ആളുകളുടെ നടുവിൽ നിൽക്കുമ്പോഴും രാത്രിയുടെ നിശബ്ദതയിലും ഒരുതരം ശൂന്യത നിങ്ങളെ വന്ന് പൊതിഞ്ഞിരുന്നു. എന്തോ ഒന്ന് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങളുടെ കോട്ടകൾ ഒന്നൊന്നായി കൺമുന്നിൽ തകർന്നു വീഴുന്നത് നിങ്ങൾ എത്ര നിസ്സഹായനായി നോക്കി നിന്നിട്ടുണ്ട്. സഹായത്തിനായി നിങ്ങൾ ആരോടും ഉറക്കെ നിലവിളിച്ചില്ലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഹൃദയം നിശബ്ദമായി പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ ലോകത്തെന്റെ വേദന മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്ന് ചിന്തിച്ച് നിങ്ങൾ ഒറ്റപ്പെട്ടുപോയ എത്രയോ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒന്നോർക്കുക, നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദം പ്രപഞ്ചം കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ തുള്ളി കണ്ണുനീരും അത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ അനുഭവിച്ച ആ കഷ്ടപ്പാടുകളും വേദനകളും ഒന്നും ഒരു ശിക്ഷയായിരുന്നില്ല. അല്ല, അതൊരു തയ്യാറെടുപ്പായിരുന്നു. ഒരു ശില്പി ഒരു സാധാരണ കല്ലിനെ കൊത്തി മനോഹരമായൊരു ശില്പമാക്കി മാറ്റുന്നതുപോലെ പ്രപഞ്ചം നിങ്ങളെ കൂടുതൽ കരുത്തുള്ള, കൂടുതൽ തിളക്കമുള്ള ഒന്നാക്കി മാറ്റുകയായിരുന്നു. ആഴത്തിലുള്ള മുറിവുകളാണ് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ നിങ്ങളെ പഠിപ്പിച്ചത്. കടുത്ത പരീക്ഷണങ്ങളാണ് നിങ്ങളുടെ ആത്മബലം കൂട്ടിയത്. വരാനിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെയും ഉത്തരവാദിത്വങ്ങളെയും ഏറ്റെടുക്കാൻ നിങ്ങളെ പാകപ്പെടുത്തുന്ന ഒരു പരിശീലന കളരിയായിരുന്നു സത്യത്തിൽ നിങ്ങളുടെ ഭൂതകാലം. അപ്പൊ ഇനി നിങ്ങളുടെ ജീവിതകഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വേദനയുടെ കാലം കഴിഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുത്തരം ലഭിച്ചിരിക്കുന്നു. ഒരു ദൈവികമായ ശക്തിയുടെ ഇടപെടൽ. കാരണം നിങ്ങളുടെ ഊർജ്ജമണ്ഡലത്തിൽ, അതായത് നിങ്ങളുടെ ഓറയിൽ അവിശ്വസനീയമായൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ വലയം ചെയ്തിരുന്ന ആ നെഗറ്റീവ് എനർജിയുടെ കരിമേഘങ്ങൾ പതിയെ മാറിപ്പോവുകയാണ്. പകരം ശുദ്ധവും ശക്തവുമായൊരു പുതിയ ഊർജ്ജം നിങ്ങളെ പൊതിയുന്നു. എന്താണ് ഈ ഓറ അല്ലെങ്കിൽ പ്രഭാവലയം? വളരെ ലളിതമായി പറഞ്ഞാൽ, ഓരോ മനുഷ്യനും ചുറ്റും അവനവന്റെ ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും ആത്മീയമായ അവസ്ഥയിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന ഒരു എനർജി ഫീൽഡുണ്ട്. അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഒരു വിളക്കിൽ നിന്ന് പ്രകാശം ചുറ്റും പരക്കുന്നില്ലേ? അതുപോലെ നിങ്ങളുടെ ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പ്രകാശമാണത്. ഈ പ്രകാശമാണ് പുറംലോകവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ നിർണയിക്കുന്നത്. നിങ്ങളുടെ ഓറ നല്ല സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഒരു പോസിറ്റീവ് എനർജി നിരക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നോക്കൂ, ഒരു ദുർബലമായ ഓറയുള്ളപ്പോൾ നിങ്ങൾക്കെപ്പോഴും ഒരുതരം ക്ഷീണം അനുഭവപ്പെടും. ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കാതെയും അവഗണിച്ചും പോയെന്നിരിക്കും. നിങ്ങൾ എന്തു പറഞ്ഞാലും മറ്റുള്ളവരിൽ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിഞ്ഞെന്നും വരില്ല. പോരാത്തതിന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഓറ ശക്തമാകുമ്പോഴോ കാര്യങ്ങൾ നേരെ തിരിയും. നിങ്ങൾ ഒരു മുറിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങളുടെ സാന്നിധ്യം അവർക്കൊരു സന്തോഷം നൽകും. നിങ്ങളുടെ വാക്കുകൾക്ക് ആളുകളെ പ്രചോദിപ്പിക്കാനും സ്വാധീനിക്കാനും കഴിയും. ജീവിതത്തിലെ തടസ്സങ്ങൾ പതിയെ മാറി പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങും.
ഇപ്പോൾ നിങ്ങളിൽ സംഭവിക്കുന്നതും ഈ മഹത്തായ മാറ്റമാണ്. ഇതൊരു വെറും പ്രതീക്ഷയല്ല, ഇതൊരു സത്യമാണ്. ആ ദൈവികമായ മാറ്റം നിങ്ങളുടെ ഉള്ളിൽ ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ഓറ ശുദ്ധീകരിക്കപ്പെട്ടു, അതിന്റെ ശക്തി കൂടി. ഒരുപക്ഷെ നിങ്ങളത് പൂർണ്ണമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ മാറ്റം അറിയാതെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ പെരുമാറ്റത്തിലെ ആ ശാന്തത, നിങ്ങളുടെ കണ്ണുകളിലെ പുതിയ തിളക്കം, നിങ്ങളുടെ വാക്കുകളിലെ ആ ദൃഢത, ഇതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ മാറ്റം നിങ്ങളുടെ ഉള്ളിലെ ഒരു തോന്നൽ മാത്രമല്ല, നിങ്ങളുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്ന വ്യക്തമായ അടയാളങ്ങളിലൂടെ പ്രപഞ്ചം ഇത് സ്ഥിരീകരിക്കും. നിങ്ങളുടെ പുതിയ ശക്തിയെയും ഈ മാറ്റത്തെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം, കാരണം ഇവയിൽ പലതും നിങ്ങൾ ഇപ്പോൾ തന്നെ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം. ആദ്യമായി, ഈ അടുത്തായിട്ട് മുൻപരിചയമില്ലാത്ത ആളുകൾ നിങ്ങളെ നോക്കി ഒരു കാരണവുമില്ലാതെ പുഞ്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നിങ്ങളുടെ തിളക്കമുള്ള ഓറ അവരെ അറിയാതെ ആകർഷിക്കുന്നതുകൊണ്ടാണ്. രണ്ടാമതായി, നിങ്ങളുടെ കൂടെയിരിക്കുമ്പോൾ ആളുകൾ ഒരു പ്രത്യേക സമാധാനവും സുരക്ഷിതത്വവും അനുഭവപ്പെടും. ഒരുപാട് ടെൻഷനിലിരിക്കുന്ന ഒരാൾക്കുപോലും നിങ്ങളുടെ സാമീപ്യം വലിയൊരു ആശ്വാസം നൽകും. അടുത്ത അടയാളം, ആളുകൾ സ്വാഭാവികമായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അവർക്ക് നിങ്ങളോട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഉപദേശം തേടാനും ഒക്കെ തോന്നും. മറ്റൊന്ന്, നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കും. നിങ്ങളുടെ വാക്കുകൾക്കിപ്പോൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ തൊടാനും അവരിൽ മാറ്റങ്ങൾ വരുത്താനുമുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അടുത്തത്, നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ അനുഭവിക്കാൻ പറ്റുന്ന ഒന്നാണ്, ഒരു പുതിയ ആത്മവിശ്വാസം. മുൻപ് ഭയത്തോടെ കണ്ടിരുന്ന കാര്യങ്ങളെ ഇപ്പോൾ ധൈര്യത്തോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ നിങ്ങളുടെ ഭാഗ്യം മാറി തുടങ്ങും. അടഞ്ഞുകിടക്കുന്നു എന്ന് നിങ്ങൾ കരുതിയ വാതിലുകൾ ഒന്നൊന്നായി തുറക്കപ്പെടും. അപ്രതീക്ഷിതമായി നല്ല അവസരങ്ങൾ നിങ്ങളെ തേടി വന്നുകൊണ്ടേയിരിക്കും. അടുത്തതായി, നെഗറ്റീവായ ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ സ്വയം അകലം പാലിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഊർജ്ജത്തിന് ചേരാത്ത ഒന്നിനും നിങ്ങളുടെ അടുത്ത് അധികനേരം നിലനിൽക്കാൻ കഴിയില്ല. അവസാനമായി, കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും ഒരു പുതിയ തിളക്കവും ആകർഷണീയതയും നിങ്ങൾ സ്വയം കാണും. മറ്റുള്ളവരും ഈ മാറ്റം ശ്രദ്ധിക്കുകയും നിങ്ങളോട് അത് പറയുകയും ചെയ്യും. ശരി, ഈ അടയാളങ്ങളൊക്കെ തിരിച്ചറിയുന്നത് ആദ്യത്തെ പടിയാണ്. എന്നാൽ ഈ ദൈവീകമായ ഊർജ്ജം ഒരു സമ്മാനം പോലെ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. അതിനെ എങ്ങനെ ബോധപൂർവം നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മയ്ക്കും വളർച്ചയ്ക്കുമായി ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഈ പുതിയ ശക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായി സ്വാഗതം ചെയ്യാനും അതിനെ നിലനിർത്താനുമുള്ള ചില വഴികളാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായി ചെയ്യേണ്ടത്, ശാന്തമായിരുന്ന് നിങ്ങളുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി നിർവചിക്കുക. നിങ്ങളുടെ ഈ ഉയർന്ന ഊർജ്ജം ആ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴി തെളിച്ചുതരും. രണ്ടാമതായി, എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും ഈ അനുഗ്രഹത്തിന് പ്രപഞ്ചത്തോട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക. നന്ദി എന്ന വികാരം ഒരു കാന്തം പോലെ കൂടുതൽ നല്ല കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. മൂന്നാമതായി, ദിവസവും കുറച്ചു സമയം ധ്യാനത്തിനായി മാറ്റിവെക്കുക. ധ്യാനം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും നിങ്ങളുടെ ഓറയെ കൂടുതൽ ബലപ്പെടുത്തുകയും ചെയ്യും. നാലാമത്തെ കാര്യം, നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക. പഴയ മുറിവുകളും ദേഷ്യവുമൊക്കെ മനസ്സിൽ വയ്ക്കുന്നത് പുതിയ അനുഗ്രഹങ്ങൾ വരാനുള്ള വഴിതടയും. അവയെ പൂർണ്ണമായി ഉപേക്ഷിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ പുതിയ നന്മകൾക്കായി ഇടം നൽകുക. ഏറ്റവും പ്രധാനമായി, അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ ഈ പുതിയ ശക്തിയെ എപ്പോഴും നന്മയ്ക്കായി മാത്രം ഉപയോഗിക്കുക. ഓർക്കുക, നിങ്ങളുടെ വാക്കുകൾക്കിപ്പോൾ മുറിവേൽപ്പിക്കാനും മുറിവുണയ്ക്കാനും കഴിയും. എപ്പോഴും നന്മ തിരഞ്ഞെടുക്കുക. ഒന്നോർക്കുക, ഈ മാറ്റം നിങ്ങളുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിലും ഇതിന്റെ പ്രതിഫലനങ്ങൾ കാണാൻ തുടങ്ങും. പ്രപഞ്ചം തന്നെ നിങ്ങൾക്കുവേണ്ടി സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റുകയാണ്. മുൻപൊരു വലിയ പർവ്വതം പോലെ നിങ്ങളുടെ മുന്നിൽ നിന്ന തടസ്സങ്ങൾ ഇപ്പോൾ മഞ്ഞുപോലെ ഉരുകിയില്ലാതാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശരിയായ ആളുകൾ ശരിയായ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. അടഞ്ഞുകിടന്ന വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ തനിയെ തുറക്കപ്പെടും. ഈ സന്ദേശത്തിന്റെയെല്ലാം കാതൽ ഇതാണ്: നിങ്ങൾ ഒരിക്കലും തനിച്ചായിരുന്നില്ല. നിങ്ങളുടെ ഏറ്റവും മോശം അവസ്ഥയിലും പ്രപഞ്ചത്തിന്റെ ശക്തി നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. ഇപ്പോഴാകട്ടെ ആ ശക്തി പൂർണ്ണമായും നിങ്ങൾക്ക് അനുകൂലമാണ്. നടക്കില്ല എന്ന് കരുതി നിങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞ സ്വപ്നങ്ങളില്ലേ, അവയെല്ലാം ഇപ്പോൾ നിങ്ങളെ തേടിവരാൻ തുടങ്ങുകയാണ്. ഇത്തവണ നിങ്ങൾ അവയുടെ പിന്നാലെ ഓടേണ്ടതില്ല, അവ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. കാരണം പ്രപഞ്ചം നിങ്ങളുടെ ഏറ്റവും വലിയ പങ്കാളിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരേയൊരു ചോദ്യം ഇതാണ്: ഭൂതകാലത്തിലെ ഭയങ്ങളെയും സംശയങ്ങളെയും പൂർണ്ണമായി ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അനന്തമായ കഴിവുകളെ പുറത്തെടുത്ത് നിങ്ങൾ ആരായിത്തീരാനാണോ ഈ ഭൂമിയിൽ ജനിച്ചത്, ആ മഹത്തായ വ്യക്തിത്വമായി മാറാൻ നിങ്ങൾ തയ്യാറാണോ? പ്രപഞ്ചം അതിന്റെ വാതിൽ നിങ്ങൾക്കായി തുറന്നു തന്നിരിക്കുന്നു.
ആ വാതിലിലൂടെ അകത്തേക്ക് കടക്കാനുള്ള തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ മാത്രം. ഒരു സംശയവും വേണ്ട. ഇതാണ് നിങ്ങളുടെ സമയം. നിങ്ങളുടെ കാത്തിരിപ്പിന് അവസാനമായിരിക്കുന്നു. ഇതുവരെ നിങ്ങൾ സഹിച്ച വേദനകൾക്കും ത്യാഗങ്ങൾക്കും ഫലം ലഭിക്കാൻ പോകുന്ന സമയമാണിത്. ഇതൊരു പുതിയ ദിവസത്തിന്റെ തുടക്കമാണ്. ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിനേക്കാൾ എത്രയോ വലുത് നൽകുവാൻ പ്രപഞ്ചം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം തുറന്നുപിടിക്കുക. പൂർണ്ണവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. കാരണം വിജയവും സന്തോഷവും സമാധാനവും ഇപ്പോൾ നിങ്ങളുടെ വാതിലിൽ മുട്ടുകയാണ്. അവയെ അകത്തേക്ക് സ്വാഗതം ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.